നിലവിൽ പാറ്റ പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നാണ്. അദ്ദേഹം രാജിവെച്ചാൽ ഉള്ള അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ധാർമ്മികമായി ധർമ്മേന്ദ്ര പ്രധാന് വേണമെങ്കിൽ രാജിവെക്കാം. മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് രാജി ആവശ്യപ്പെടാം. ഒരുപക്ഷെ സമരവും ഈ ഒരു കോക്രോച്ച് മൂവ്മെന്റും ഒന്നും ഈ രൂപത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ് നൽകി മറ്റൊരാളെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുമായിരുന്നേനെ മോദി സർക്കാർ. പക്ഷേ ഇതിനെ ഒരു അവസരമായിട്ട് ചിലർ കാണുകയും ഒരു മൂവ്മെന്റ് ആയിട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയാലുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ട്, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ധാർമ്മികമായി നമ്മൾ ജനങ്ങൾക്കുമില്ലേ ഈ സംഭവങ്ങളിലെല്ലാം ഒരു പങ്ക്? ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു, വലിയ തുകയ്ക്ക് അത് ചോർത്തി കൊടുക്കാൻ ആളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാനും ആളുണ്ട്. സത്യത്തിൽ ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. തങ്ങളുടെ മക്കൾക്ക് ഏത് വഴി കൂടെ ആണെങ്കിലും തങ്ങളുടെ മക്കളെ ഉന്നത പദവിയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, IPS ആക്കണം, IAS ആക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു പാരന്റ്സ് സമൂഹവും നമ്മുടെ നാട്ടിലുണ്ട്. സോ അവരിത് പൈസ എത്ര വേണമെങ്കിലും ചെലവാക്കി വാങ്ങാൻ തയ്യാറാവുന്നത് കൊണ്ടാണല്ലോ ഇത് ലീക്ക് ചെയ്യാനും ആളുള്ളത്. അതൊരു വശം. രണ്ട്, നമ്മുടെ നാട്ടിലെ അഴിമതി എന്ന് പറയുന്നത് ഒരു മന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒരു ദിവസം കൊണ്ട് മാത്രം വിചാരിച്ചാൽ മാറുന്ന ഒന്നല്ല. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന് ഗുണങ്ങളെ പോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. ചൈനയിലാണെങ്കിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് വിചാരിച്ചാൽ അവിടെ എന്തും നടക്കും. സൗദിയിലാണെങ്കിൽ രാജാവ് വിചാരിച്ചാൽ എന്തും നടക്കും. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വിചാരിച്ചാൽ അങ്ങനെ പെട്ടെന്ന് എന്തും നടക്കില്ല. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. അഥവാ ഇവിടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അധികാരം കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ജനാധിപത്യം തകർക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ ജനങ്ങൾ നിറയും. അപ്പൊ നമ്മൾ ഈ വ്യവസ്ഥയെ മനസ്സിലാക്കണം. ചൈനയുടെ സിറ്റുവേഷൻ, സൗദിയുടെ സിറ്റുവേഷൻ, ഇന്ത്യയിലെ സിറ്റുവേഷൻ ഇത് ഡിഫറെന്റ് ആണ്. ഒരു വികസ്വര രാജ്യം മാത്രമായിട്ടുള്ള നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയറിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിയുടെ തലയിൽ മാത്രം കൊണ്ടുവച്ചത് കൊണ്ട്, അയാളെ മാത്രം രാജിവെപ്പിച്ചത് കൊണ്ട് ഒരിക്കലും ഇതിനൊരു പരിഹാരം ആവുന്നില്ല. ഇവിടെ കുറ്റക്കാരൻ ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, നമ്മുടെ രാജ്യത്തിന്റെ സിസ്റ്റമാണ്. അപ്പൊ ഇത് പടിപ്പടിയായി മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ധർമ്മേന്ദ്ര പ്രധാനെ ജനങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി, വിദ്യാർത്ഥികളുടെ സമാധാനത്തിന് വേണ്ടി മാറ്റാൻ മോദി സർക്കാർ തീരുമാനിച്ചേനെ ഒരു പക്ഷേ പ്രതിഷേധം ഈ രൂപത്തിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ ഇപ്പോ ഇനി പെട്ടെന്ന് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും മോദി സർക്കാർ വലിയ രീതിയിൽ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ട് അത് മാറുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണോ? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. കോക്രോച്ച് മൂവ്മെന്റിന്റെ പുറകിൽ അവരാണോ? അല്ല. ഇവിടെ പ്രധാനമായിട്ട് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്ക് കാണാം. ഇയാൾ അമേരിക്കയിലായിരുന്നു. ഇയാൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ട് പരീക്ഷാ ഫലം റദ്ദാക്കിയത് കാരണം നഷ്ടം സംഭവിച്ച മനുഷ്യനല്ല, മറിച്ച് കൂടുതൽ വിദ്യാഭ്യാസത്തിനും ജീവിത സുഖത്തിനും അമേരിക്ക തേടിപ്പോയ, രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയ ഒരു മനുഷ്യനാണ്. അയാൾ തിരിച്ചു വരുന്നതിന്റെ പിന്നിൽ ദുരൂഹത ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അപ്പൊ അഭിജിത്ത് എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അഭിജിത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു മുഖമാണ് സൗരവ് ദാസ് എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ഒരു പ്രധാന നേതാവ്, ഒരു യുവാവാണ്. ഇയാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കടുത്ത മോദി വിരോധിയാണ്. 2024-ലും 2025-ലും ഒക്കെ അദ്ദേഹം നിരന്തരമായിട്ട് മോദി സർക്കാരിന്റെ നയങ്ങളെ നേരിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം സ്വയം ഒരു ജേർണലിസ്റ്റ് ആണ്, ഒരു ലേഖകനാണ് എന്നൊക്കെയാണ് സ്വയം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം നീറ്റ് പരീക്ഷ എഴുതിയിട്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായ ഒരാളാണോ? അല്ലേ അല്ല. ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ ഷോർട്ട് വീഡിയോയിൽ കണ്ടിരുന്ന ഒരു ഇമേജ് ആണിത്. ഈ ഇമേജില് നമ്മുടെ പ്രധാനമന്ത്രി നോർവേയിൽ പോയപ്പോ നോർവീജിയൻ ഒരു മാധ്യമ പ്രവർത്തക പ്രധാനമന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ട് വൈറലായിരുന്നല്ലോ. എന്തോ ഹെല്ല് എന്നോ മറ്റോ ആണ് അവരുടെ പേര്. ആ ഹെല്ല് ഇതാ ഇവിടെ ഉണ്ട്. ആ ഹെല്ല് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. അവരുടെ കൂടെ നമ്മുടെ സൗരവ് ദാസ് നിൽക്കുന്ന ഒരു ഇമേജ് ആണിത്. ഈ സൗരവ് ദാസിനെ ഇനി പരിചയപ്പെടുത്തണ്ടല്ലോ. ഇദ്ദേഹം ഇപ്പൊ ഈ പാറ്റ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുഖ്യമായിട്ട് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോ ഇദ്ദേഹം എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വേൾഡ് എക്സ്പ്രഷൻ ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം, ഇത് നോർവേയിലോ മറ്റോ ആണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ, ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയ ആളാണ് ഈ സൗരവ് എന്ന് പറയുന്ന കക്ഷി. സോ ഇപ്പൊ ഇദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം കാണുന്ന ഹെല്ലയാണ് മോദിയോട് ചോദ്യം ചോദിച്ചത്. സോ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരിക്കണം. എനിക്കറിയില്ല, ഈ ഫോട്ടോ ജെന്യൂൻ ആയിട്ടാണ് കണ്ടപ്പോൾ തോന്നിയത്. വേൾഡ് എക്സ്പ്രഷൻ ഫോറമിൽ സൗരവ് പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചവരിൽ പ്രധാനി എന്ന് പറയുന്നത് മാർസ് നിഗാഡ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ മാർസ് നിഗാഡ് എന്ന് പറയുന്നത് മറ്റൊരു
മാധ്യമ സ്ഥാപനത്തിന്റെയും പബ്ലിഷറിന്റെയും ഒക്കെ ഒരു സിഇഒയും ഒക്കെയാണ്. അദ്ദേഹം നേരത്തെ ആഷെ ഹൗഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സിഇഒ ആണ്. അതുപോലെ തന്നെ നോർവേ ആസ്ഥാനമായിട്ടുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ഒക്കെ മേധാവിയാണ് ഈ വ്യക്തി. ഇദ്ദേഹമാണ് ഈ പറയുന്ന വേൾഡ് എക്സ്പ്രഷൻ ഫോറം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെയും മേധാവി അല്ലെങ്കിൽ പ്രധാനിയായിട്ട് നിൽക്കുന്നത്. ദാക്സ് ആവിസൻ എന്നോ മറ്റോ പേരുള്ള ഒരു മാധ്യമം, ഒരു സ്ഥാപനം, പക്ക ഒരു ഇന്ത്യ വിരുദ്ധ സ്ഥാപനമാണ് ആ ഒരു മാധ്യമ സ്ഥാപനം. സോ അവർ നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരെ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിന്റെ മേധാവിയായിട്ടിരുന്ന ആള് തന്നെയാണ് ഈ വേൾഡ് എക്സ്പ്രഷൻ ഫോറത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഫ്രിറ്റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ ഫ്രിറ്റോഡ് എന്ന് പറയുന്ന സ്ഥാപനം ഈ മാധ്യമ സ്ഥാപനത്തിന് ഫണ്ട് ചെയ്യാറുണ്ട്. ആ മാധ്യമ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട അതിന്റെ മേധാവിമാരിൽ ഒരാളാണ് ഈ വേൾഡ് എക്സ്പ്രഷൻ ഫോറം. 2022 എങ്ങാണ്ടാണ് അത് സ്ഥാപിക്കുന്നത്, അതിന് തുടക്കമിടുന്നത്. സോ ഈ ഫ്രിറ്റോഡ് എന്ന് പറയുന്ന സ്ഥാപനം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആണ് കേട്ടോ. നമുക്കിത് സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപാടുകളാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പദ്ധതികളിൽ ഈ ഫ്രിറ്റോഡുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ പുറകിൽ ആരാണ്? ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് സോറസ് മാമന്റെയാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ കണക്ഷൻ. ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഈ സോറസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും വലിയ പങ്കുണ്ട്. അപ്പൊ നേരിട്ട് ഇത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് എളുപ്പവുമല്ല. ഇനി ഇവര് നടത്തിയ വേൾഡ് എക്സ്പ്രഷൻ ഫോറത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ പങ്കെടുത്തിരിക്കാം. അങ്ങനെ പങ്കെടുത്ത ഒരാളാണ് ഈ സൗരവ്. അതിനർത്ഥം സൗരവ് നേരിട്ട് സോറസുമായിട്ടോ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റുമായിട്ടോ ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളെന്നൊന്നുമല്ല. കാരണം വിത്തൗട്ട് ഡയറക്റ്റ് എവിഡൻസ് നമുക്ക് ഒരാളെയും ഇക്കാര്യത്തിൽ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത്, ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസികളോട് നേരത്തെ തന്നെ വിരോധമുള്ള ഒരാളാണ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന സൗരവ് എന്നാണ്. രണ്ടാമത്, മോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു നോർവീജിയൻ മാധ്യമത്തിന്റെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഹെല്ലെ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക, അവരാണ് മോദി നോർവേയിൽ പോയപ്പോൾ ഒരു വിവാദ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയത്. സോ അവരും ഈ പറയുന്ന സൗരവും ഒരേ വേദി പങ്കിട്ട ആൾക്കാരാണ്. അതിൽ നിന്ന് അവർക്ക് പരസ്പരം അറിയാമായിരിക്കുമെന്ന ഒരു നിഗമനത്തിൽ നമുക്ക് എത്താനും കഴിയും. ഒരു വേദിയിൽ ഒരു ഫോട്ടോയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ സംശയിക്കാം. ഇതെല്ലാം വെറും സംശയങ്ങളോ തോന്നലുകളോ ആയി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, ഇവരാരും നീറ്റ് പരീക്ഷ എഴുതിയിട്ട് നഷ്ടം സംഭവിച്ച ആളുകളല്ല. മറിച്ച് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന ഒരു അവസരത്തെ, അതൊരു വീഴ്ചയാണ്. ആ വീഴ്ചയെ മോദി ഗവൺമെന്റിനെതിരെ തിരിക്കാൻ ഒരു അവസരമായി കണ്ടിട്ട് ആളുകളെയും യുവാക്കളെയും പ്രകോപിപ്പിച്ച് തെരുവിലിറക്കുക എന്ന് വെച്ചാൽ വിളിച്ചു ചേർക്കാണ്. നിങ്ങൾ വരണം, ഇവിടെയുള്ള എല്ലാവരും വരണം, നമുക്ക് യുവാക്കൾക്ക് വേണ്ടി നിൽക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തന മേഖല തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതൊരു സ്വാഭാവികമായ ഒരു സംഗതി അല്ല. ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങൾ അതെല്ലാം നമുക്ക് മുഖവിലേക്ക് എടുക്കാം. പക്ഷെ ഇവിടെ ഈ സമരത്തിന്റെ വേദിയിലേക്ക് വരുന്ന ആളുകൾ, അതിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരെ അല്ല പറയുന്നത്, മറിച്ച് 370 അനുച്ഛേദം പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നത്, 370 അനുച്ഛേദം ജമ്മു കാശ്മീരിൽ പിൻവലിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്നവര് ഒക്കെ ഈ വേദിയിൽ വരുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? കർഷകർക്ക് ഇവിടെ എന്താണ് കാര്യം? വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭത്തില് കർഷകർക്ക് എന്താണ് കാര്യം? ആയുധധാരികളായിട്ടുള്ള സിഖ് പുരോഹിതരെന്ന് പറയാവുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് എന്താണ് ഇവിടെ കാര്യം? മറ്റേ നീല തലപ്പാവൊക്കെ വെച്ച ടീമുണ്ടല്ലോ, അവര് വാളും പരിചയമായിട്ടൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനാണോ? അപ്പോ വിദ്യാർത്ഥികളുടേതൊരു സ്വാഭാവിക പ്രക്ഷോഭമാണെങ്കിൽ അത് വിദ്യാർത്ഥികൾ ചെയ്യും, ഗവൺമെന്റ് അതിൽ നടപടി ഉണ്ടാവും. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് മറ്റു പല മേഖലകളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കെടുത്ത ആളുകൾ, മുൻകാല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർ, ഇവരെല്ലാം കൂട്ടമായി വന്നു ചേരുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? അപ്പൊ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്. അതിന്റെ പുറകിൽ ജെൻസി പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു കലാപ രീതി ഉണ്ട്. ആ ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാം. ആ പാറ്റേൺ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. നേപ്പാളിൽ ഉണ്ടായ കലാപം ഇവര് തന്നെ പലരും പറയുന്നുണ്ട്. നേപ്പാളിൽ സംഭവിച്ചില്ലേ, ബംഗ്ലാദേശിൽ സംഭവിച്ചില്ലേ, ശ്രീലങ്കയിൽ നടന്നില്ലേ, ഉക്രൈനിൽ നടന്നില്ലേ? ശരിയാണ്, അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊന്നാണ്, ഭരണകൂടത്തിനെ അങ്ങനെ താഴെ ഇറക്കണം. ഇതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പലരുടെയും പ്രതികരണങ്ങളിൽ നമുക്ക് തോന്നിപ്പോവാണ്. ഇവിടെ അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണെന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ ഇവർ ഇതിനെ ഒരു ഊർജ്ജമായി കാണും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, നമ്മൾ സമരം ചെയ്തു, മോദി സർക്കാർ പേടിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പോ ഒന്നും കൂടി നമ്മളൊന്ന് കടുപ്പിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മോഡിയെ വരെ രാജിവെപ്പിക്കാമെന്ന് തോന്നും. പിന്നെ തോന്നും ഭരണകൂടത്തെ മൊത്തത്തിൽ അങ്ങ് അട്ടിമറിച്ച് കളയാമെന്ന് തോന്നും. അപ്പൊ മോദി ഗവൺമെന്റ് എടുത്തു ചാടി ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാനോ മാറാനോ പറയുന്നത് ഈ ഘട്ടത്തിൽ ഉചിതമാണോ എന്നത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഘട്ടത്തിൽ അതൊരു ധർമ്മസങ്കടം തന്നെയാണ്. ന്യായമായ ഇത് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ മാറിക്കഴിഞ്ഞാൽ
ഓക്കെ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ സമരം നിർത്താൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു കൂട്ടർ അവിടെയുണ്ട്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ മാറിയാൽ അതിനെ വീണ്ടും അവസരമായി കണ്ട് ഗവൺമെന്റിനെതിരെ കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിച്ച് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ കൂടി ഈ സമരത്തിൽ വന്നുകൂടിയിട്ടുണ്ട് എന്നതിനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഗവൺമെന്റ് വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. ഉചിതമായൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നതും അവിടെയാണ്. അപ്പൊ ഈ പ്രതിഷേധം ധർമ്മേന്ദ്ര പ്രധാനിൽ മാത്രം ഒതുങ്ങാം എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം അങ്ങനെ പോരാ, ആദ്യം ധർമ്മേന്ദ്ര പ്രധാൻ, പിന്നെ മോദി, അല്ലെങ്കിൽ ഭരണകൂടം മൊത്തം താഴെ ഇറക്കണം. അപ്പൊ ഇതൊരു ട്രയലായിട്ട് കാണുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകളും വിദേശ ശക്തികളും രാജ്യത്തിനകത്ത് മോദി ഭരണത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടി ഇതിനകത്തുണ്ട് എന്നൊരു വസ്തുത നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.